ടാലിപ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെയിൽസ് ബില്ല് അടിച്ച് എങ്ങനെയൊക്കെയാണ് അതിൽ സെയിൽസ് ബില്ലുകൾ ഓരോ കാറ്റഗറി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഏകദേശം വൗച്ചർ എൻട്രികളുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സെയിൽസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതുണ്ട്. നമ്മൾ അവസാനം ചെയ്തത് എന്താണ് എന്ന് നമുക്ക് പേജ് അപ്പ് എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ കാണാൻ കഴിയും. പേജ് അപ്പ്, നമ്മുടെ കീബോർഡിൽ പേജ് അപ്പ് എന്നുണ്ടാവും, അല്ലെങ്കിൽ PGUP എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. അതിൽ പ്രസ് ചെയ്താൽ ഈ പേജ് അപ്പ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അവസാനമായിട്ട് ആ ഡേറ്റിൽ നമ്മൾ എന്താണോ എൻ്റർ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് അവിടെ വ്യൂ ആയിട്ട് വരും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ സെയിൽ ബില്ല് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ SGST, CGST, IGST, റൗണ്ട് ഓഫ്, ഡിസ്കൗണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെ ഒരുപാട് ഹെഡുകൾ നമുക്കിങ്ങനെ ഇടക്കിടക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. അത്തരം ചില ഹെഡുകളെ നമുക്ക് എങ്ങനെയാണ് ഡീഫാൾട്ടായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്റർ എന്നുള്ള ഓപ്ഷനിലാണ് പോകേണ്ടത്. ഇവിടെ മാസ്റ്ററിൽ ആൾട്ടർ എന്നുള്ള ഭാഗത്ത് അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിൽ വൗച്ചർ ടൈപ്പ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ B2B സെയിൽസ് എന്നുള്ള ഒരു പുതിയ വൗച്ചർ ക്രിയേറ്റ് ചെയ്തിരുന്നു, അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റർ അടിച്ചു വന്ന് ഏറ്റവും അവസാനത്തിലായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഉണ്ട് എനേബിൾ ഡീഫാൾട്ട് അക്കൗണ്ടിംഗ് അലോക്കേഷൻ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അത് എനേബിൾ ചെയ്യുക, യെസ് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മോട് അത് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അവിടെ നമ്മൾ എസ് കൊടുത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച സെയിൽസ് ലെഡ്ജറുകളുടെ പേരുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിൽ ഏതെങ്കിലും ഒരു സെയിൽസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ അവിടെ GST സെയിൽസ് 18 എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഡീഫാൾട്ടായിട്ട് ഏതൊക്കെ ലെഡ്ജറുകളാണ് അവിടെ ആവശ്യമുള്ളത് എന്നുള്ളത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ CGST എന്നുള്ളത് കൊടുത്തു, SGST എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം IGST എന്നുള്ളതും ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ നോർമൽ റൗണ്ടിങ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. 0.5 ആണ് റൗണ്ടിങ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൊടുക്കാം. അത് നമ്മൾ എത്രയാണോ വാല്യൂ, കാരണം അത് നമ്മുടെ സെയിൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ചോദിക്കുന്നുണ്ടാവും. ഒന്ന് നമ്മൾ അതിൽ കൊടുക്കുന്ന സമയത്ത് ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ ആസ് എ ഡിഫൈൻഡ് വാല്യൂ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിൽ KFC കൂടി കൊണ്ടുവരണം. നമ്മളിവിടെ KFC എന്നുള്ളത് കൂടി സെലക്ട് ചെയ്തു. ഇനി ഞാനിത് സേവ് ചെയ്യാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് എയിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് സേവ് ആയിട്ട് വരും. ഇനി നമുക്ക് B2B സെയിൽസ് എന്നുള്ള വൗച്ചർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ വൗച്ചർ ഓപ്പൺ ചെയ്ത് B2B എന്നുള്ള സെയിൽസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ CGST, SGST, IGST, ഡിസ്കൗണ്ട് അലൗഡ്, ട്രാൻസ്പോർട്ടിംഗ് ചാർജ് എന്നുള്ളതൊക്കെ വരും. ഞാനിവിടെ ഈ ABM എന്നുള്ളതിൻ്റെ പേരിൽ AB എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ബില്ല് കൂടി ചെയ്യാണ്. GST 18, ക്വാണ്ടിറ്റി 5. ഓക്കെ, നമ്മളിത് എൻ്റർ ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ CGST, SGSTയും വരും. ഓക്കെ, അവിടെ ആവശ്യമുള്ളതിന് മാത്രമാണ് നമുക്കവിടെ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ IGST വരുന്നില്ല, അതുകൊണ്ട് IGSTയുടെ എമൗണ്ട് അവിടെ ഉണ്ടായിരിക്കില്ല. ഡിസ്കൗണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിലവിൽ ഡിസ്കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല, അപ്പോൾ അത് വന്നിട്ടില്ല. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു 45 രൂപ എന്നുള്ളത് ട്രാൻസ്പോർട്ടിങ് കൊടുക്കാം. അപ്പോൾ 6650. ഇനി KFC ഒന്നും അതിൽ വരേണ്ട ആവശ്യമില്ല. ദെൻ അതിന് ശേഷം നമുക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രിന്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു പ്രീവ്യൂ ജസ്റ്റ് നോക്കാം. നമ്മൾ അവിടെ അത്രയും ഹെഡുകൾ കൊടുത്ത ആ ഹെഡുകൾ എല്ലാം നമ്മുടെ
ബില്ലിൽ വരുന്നുണ്ടോ ഇല്ലതിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമുക്കവിടെ കാണാം. നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കവിടെ ഇല്ല. ഇവിടെ നോക്കുമ്പോൾ CGST, SGST, ട്രാൻസ്പോർട്ടിംഗ് ചാർജ്, ഈ 3 ഹെഡുകൾ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ അവിടെ പ്രിന്റ് ആയിട്ട് വരുള്ളൂ. അല്ലാത്ത ഒരിക്കലും എന്ത് ചെയ്യില്ല, അവിടെ പ്രിന്റ് ആയിട്ട് വരില്ല. അപ്പൊ നമുക്ക് അതിന് ഡീഫാൾട്ട് ആയിട്ട് നമുക്ക് ചെയ്തു വെക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ വൗച്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. പക്ഷെ നമുക്ക് സെയിൽസിൽ നേരത്തെ നമ്മൾ ഒന്നിലെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇവിടെ സെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ഇത് വന്നിട്ടില്ല. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് അവിടെ ചെന്ന് അതിലെ ഒരു സെയിൽസ് ലെഡ്ജറിനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ലെഡ്ജറുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസിലും ഈ ഹെഡുകളെ നമുക്ക് നോർമലായിട്ട് വെക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആവശ്യമുള്ളതിന് മാത്രമേ വരുള്ളൂ. ജസ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഇൻഡർസ്റ്റേറ്റ് സെയിൽ ചെയ്യാണെന്ന് വിചാരിക്കാം. ഞാനിവിടെ ഒരു ഇൻഡർസ്റ്റേറ്റ് സെയിൽ ചെയ്യാണ്. ഞാനിവിടെ തമിഴ്നാട് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഇനി ഞാനിവിടെ IGST സെയിൽസ് 18 എടുത്തു. ദെൻ അതിനുശേഷം ഞാനിവിടെ 5 ക്വാണ്ടിറ്റി കൊടുത്തു. സേവ് ചെയ്യുന്ന സമയത്ത് IGST എന്നുള്ളതിൽ എമൗണ്ട് മാത്രമേ നമുക്ക് അവിടെ വരുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ബില്ല് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ IGST എന്നുള്ള ലെഡ്ജർ മാത്രമേ നമുക്ക് അവിടെ വ്യൂ ആയിട്ട് വരുള്ളൂ. ബാക്കിയുള്ളത് എന്ത് വരില്ല, നമുക്ക് അവിടെ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ സെയിൽ ബില്ലിൽ എല്ലാ സമയത്തും CGST, SGST എന്നുള്ളത് ഇങ്ങനെ എൻ്റർ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഡീഫാൾട്ട് ആയിട്ട് സെറ്റ് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതിങ്ങനെ എൻ്റർ അടിച്ച് പോയാൽ മതി. അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് കൺട്രോൾ പ്രസ് ചെയ്യാൻ അടിച്ചാൽ നമുക്ക് സേവ് ആവും. സേവ് ആയിട്ട് നമുക്ക് പ്രിവ്യൂ നോക്കാം, അല്ലെങ്കിൽ ബില്ല് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ട് നമ്മുടെ വർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. നാളത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ബില്ലിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. ഗുഡ് ബൈ.